ടെറസിൽ 2 താലോലി പറിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഒന്നാമത്തെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയും കൂടെ പറിക്കാം. ഉച്ചക്കത്തേക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ഓലം വെച്ച് കഴിക്കാം. നമ്മുടെ കണ്ണൂർ ഭാഷയിലൊക്കെ ഇത് ഉണ്ടാക്കുന്നതിന് ഓലം വയ്ക്കുക എന്നാണ് കേട്ടോ പറയാറുള്ളത്. താലോലിയിലാണെങ്കിൽ നമുക്ക് അധികമൊന്നും കളയാനില്ല. ഇതിൻ്റെ എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. ഇതിൻ്റെ ആ ഒരു മേലെ പൊങ്ങി നിൽക്കുന്ന അത് മാത്രമാണ് കേട്ടോ ചെത്തിക്കളയുന്നത്. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അധികം വണ്ണം കുറയ്ക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമായതുകൊണ്ട് തന്നെ ചെറിയൊരു തടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാണെങ്കിൽ എനിക്കിങ്ങനെ മൂക്കാനാവുന്ന ആ ഒരു പരുവത്തിൽ പറിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അതിന് മുന്നേ പറിക്കണം എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതിൻ്റെ കുരു കടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കുരുവൊക്കെ ഒന്ന് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ പറിക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് കീറി ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുപ്പത്തൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ താലോലി തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അത് മുങ്ങാൻ മാത്രം വെള്ളമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അതൊന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി ആ തേങ്ങ വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തോടു കൂടി ഇതുണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പം നമ്മുടെ താലോലി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബായ്.